ശരീരത്തിലുണ്ടാകുന്ന പാടുകളുടെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ത്വക്ക് രോഗ വിദഗ്ധൻ ഡോക്ടർ എബിൻ എബ്രഹാം ഇട്ടി സംസാരിക്കുന്നു. വെൽക്കം ഡോക്ടർ എബിൻ എബ്രഹാം ഇട്ടി. Family Doctor, supported by VPS Lakeshore. സ്കിന്നിൽ വരുന്ന പാടുകളാണ് കൂടുതലും ആൾക്കാരെ കൺസേൺ ആക്കുന്നത്. അപ്പം എന്താണ് ഈ പാടിന് കാരണം? ഇത് വല്ലതും മാരകമായ അസുഖത്തിൻ്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ സോറിയാസിസ് ആണോ? അതൊക്കെ പറഞ്ഞാൽ പലരും വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്കിൻ ഡിസീസിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇൻറ്റേർണൽ ഡിസീസിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു പുറത്തേക്ക് കാണുന്ന ഒരു ഭാഗമാകാം, അല്ലെങ്കിൽ സ്കിന്നിൽ മാത്രമുള്ളൊരു പാടാകാം. അപ്പോൾ അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ അവർക്കൊരു രോഗനിർണയം നടത്തി ഈ വ്യക്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഈ മുഖത്ത് വരുന്ന സ്ത്രീകളിൽ വരുന്ന പാടുകൾ, ഈ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. കാരണം ഒരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും ഇപ്പോൾ പോസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു 40 years കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ മുഖത്ത് ചെറിയ 2-3 പാടുകളായിട്ട് വന്ന് പിന്നെ അത് വ്യാപിച്ച് ഒരു ചീക്സ് കവർ ചെയ്യുന്ന രീതിയിലോ ചിലപ്പോൾ നെറ്റിയിലോട്ടൊക്കെ ഇത് വ്യാപിച്ച് വരാം. അപ്പോൾ ഇത് നമ്മളതിനൊരു വെൽ ഡിഫൈൻഡ് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചിലർക്ക് അത് പെട്ടെന്ന് മരുന്ന് കൊണ്ട് അത് ക്ലിയർ ആക്കാൻ പറ്റും. ചിലർക്ക് അത് ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പീലിംഗ് പോലുള്ള ട്രീറ്റ്മെൻറ്റോ കൊണ്ട് അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ട്രിഗേഴ്സ് എന്തൊക്കെയാണ്. ചിലർക്ക് ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അതിനുള്ള പ്രതിവിധി എടുക്കുകയും ചെയ്യണം. നമ്മൾ മുഖത്ത് വരുന്ന ചെറിയ കറുത്ത കുത്ത് പോലെ അതിനെ നമ്മൾ ഡെർമറ്റോസിസ് പാപ്പുലോസ നൈഗ്ര അല്ലെങ്കിൽ DPN എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാലുണ്ണീന്നോ അരിമ്പാറ എന്നൊക്കെ പല രീതിയിൽ പറയും. അരിമ്പാറ ശരിക്കും നമ്മൾ വൈറൽ ഇൻഫെക്ഷനാണ്, വാർട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് റിമൂവലാണ്, ഒരു റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ലേസർ റിമൂവലോടുകൂടി നമുക്ക് അറ്റ് ദ ടൈം ഉള്ള ലീഷൻസ് എല്ലാം ഒറ്റയടിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ പാടുകളെല്ലാം മാറി നോർമൽ സ്കിന്നിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇത് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അധികം വെയിൽ കൊള്ളാൻ പാടില്ല, അമിതമായിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനും പാടില്ല. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.